നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിത്തിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹിദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല്, ഞാനിത് സ്ഥിരമായി ഫോളോ ചെയ്ത് എനിക്കും എന്നിൽ ചുറ്റിയുള്ളവർക്കും ആഗ്രഹങ്ങൾ സാധിച്ചു തന്ന ഒരു പരിഹാരം. ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്തവർക്കെല്ലാം ഒത്തിരി പവർഫുള്ളായി വർക്കൗട്ടായ പരിഹാരം. ആരെങ്കിലും എന്നോട് നേരിട്ട് പ്രോബ്ലം എന്ന് പറഞ്ഞ് ചോദിച്ചാല് ഞാൻ പരിഹാരം ചെയ്യാനായിട്ട് ഫസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ്. ഇത് സജസ്റ്റ് ചെയ്യുന്നതിനുള്ള റീസൺ എന്താ വെച്ചാല് അത്രയ്ക്കും പവർഫുൾ ആയതിനാല്. വേറൊന്ന്, ഇത് ചെയ്യാനായിട്ട് പെർട്ടിക്കുലർലി ഒരു ഡേ എന്നൊന്നുണ്ട്. വ്യാഴാഴ്ച മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. എന്ത് കരുതി നമ്മൾ ചെയ്താലും അത് നടന്നു കിട്ടും. അതിനാലെയാണ് ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ പകർന്നു തരുന്നത്. അതിനാല് ഇത് എല്ലാവരും നന്നായിട്ട് യൂസ് ചെയ്തോളുക. ഇനി നമുക്ക് വീഡിയോയ്ക്കുള്ളിലേക്ക് പോകാം. അതിനു മുന്നേ ഫ്രണ്ട്സ്, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. പറഞ്ഞല്ലോ, ഇത് വ്യാഴാഴ്ച മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന്. അതും ടൈമിങ്സ് ഉണ്ട്. നൈറ്റ് 9 PM 11 PM ഇടയ്ക്ക് ആ സമയത്തിന് നിങ്ങളിത് ചെയ്തോളുക. അപ്പോൾ ചോദിക്കും, രാവിലെ പറ്റില്ലേ, രാത്രി പറ്റാത്തവർ എന്താ ചെയ്യുക എന്ന്. രാവിലെ ബ്രഹ്മമുഹൂർത്ത നേരത്ത്, അതായത് 4:15 5:30 ഇടയ്ക്കുള്ള സമയത്ത് ചെയ്തോളുക. ഇതാണ് ടൈമിങ്സ്. അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളുക. എന്നാല് നൈറ്റ് ചെയ്യുന്നതാണ് അത്യുത്തമം. കാരണം രാത്രി ദേവതയായ വരാഹിയമ്മയുടെ മുന്നേ ആണല്ലോ നമ്മളിത് ചെയ്യുന്നത്. അമ്മയെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇരട്ടി ഫലം അമ്മ നിങ്ങൾക്ക് കൊണ്ടുതരും. ഇനി ഇതിന് വേണ്ടിയ പൊരുൾകൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു സ്പൂൺ എടുത്തോളുക. എന്നിട്ട് നമുക്ക് വേണ്ടിയ ഫസ്റ്റ് പൊരുൾ എന്താ വെച്ചാല് അത് ഡയമണ്ട് കർക്കണ്ടാണ്. അറിയാലോ ഡയമണ്ട് കർക്കണ്ട്. അത് അറിയാത്തവര് അങ്ങാടിക്കടയിൽ ചോദിച്ചാൽ മതി, അവര് തരും. ഇമേജിൽ കാണിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഡയമണ്ട് കർക്കണ്ട്. കൂടെ വേണ്ടിയത് പച്ചപ്പയറ്. ഞാൻ ഫസ്റ്റ്ലി ഒരു സ്പൂൺ എടുത്ത് വെച്ചുല്ലോ. ഇതെല്ലാം ഓരോ സ്പൂണാണ് വേണ്ടിയത്. ഫസ്റ്റില് ഡയമണ്ട് കർക്കണ്ട് ഒരു സ്പൂണ്, കൂടെ പച്ചപ്പയർ ഒരു സ്പൂണ്. ദെൻ നെക്സ്റ്റ് പൊരുൾ എന്താ വെച്ചാല് അത് ഒരു സ്പൂൺ കുരുമുളക്, ബ്ലാക്ക് പെപ്പർ ആണ്. ഇത്രയും എടുത്തൂലോ. ഇനി നെക്സ്റ്റ് വേണ്ടിയത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളുക. മൈലാഞ്ചി ഇല്ലയോ, മൈലാഞ്ചിയുടെ വിത്താണ് ഇനി നമുക്ക് വേണ്ടത്. അത് പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ, അങ്ങാടി കടയിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ചോദിച്ചാൽ മതി മൈലാഞ്ചി വിത്തെന്ന്. എല്ലാം ഇമേജിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാനാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ശ്രദ്ധിച്ചോളുക. ഇത്രയും മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി ഒരേ ഒരു പൊരുൾ കൂടെ നമുക്ക് വേണ്ടിയതായിട്ടുണ്ട്. അതാണ് നമ്മുടെ കുന്നിക്കുരു. മുഖ്യമായ ഒരു പൊരുളാണ് ചുവന്ന കുന്നിക്കുരു, ഒരു സ്പൂണ്. കേരളത്തില് ഒട്ടുമുക്കാൽ പേരുടെ വീട്ടിലും കുന്നിക്കുരു ഇരിപ്പുണ്ടാവും. കുട്ടികളുടെ കഴുത്തിലൊക്കെ കെട്ടിവിട്ടിരിക്കും, അതുപോലെ തന്നെ ഇടുപ്പിൽ കെട്ടും. ഇത് വന്നിട്ട് ഒരു പോസിറ്റീവായ വിഷയങ്ങൾക്കെല്ലാം യൂസ് ചെയ്യുന്നത്. പണവരവ് വർദ്ധിപ്പിക്കും. വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ബ്ലാക്ക് മാജിക് അങ്ങനെയുള്ള വിഷയങ്ങൾ ഇരുന്നാല് അത് തങ്ങാതെ ഈ കുന്നിക്കുരുവിന്റെ ഒരു പോസിറ്റിവിറ്റി കൊണ്ട് അത് മാറിക്കിട്ടും. അങ്ങനെ സെക്യൂറായ ഒരു വിഷയം വന്നിട്ട് ഈ കുന്നിക്കുരു വന്ന് ചെയ്യും.
ഇതും വീട്ടിലില്ലാത്തവര് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചോളുക. റെഡ് വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ കാണുന്നുണ്ടല്ലോ. നിറയെ കളേഴ്സ് ഉണ്ട്, ഗ്രീന്, വൈറ്റ്, ബ്ലാക്ക് എക്സെട്ര അങ്ങനെ പോവും. ബട്ട് നമ്മുടെ ആവശ്യം എന്താ വെച്ചാല് റെഡ് വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ. സോ അത് വാങ്ങുക. കുന്നിക്കുരുവും 1 സ്പൂൺ എടുത്തോളുക. ഇനി ഒന്ന് ഞാൻ പറയാം. ഇതില് മൈലാഞ്ചിയുടെ വിത്തും ഈ കുന്നിക്കുരുവും ഉള്ളവർ മാത്രം എടുത്തോളുക. ഓപ്ഷണലാണ്. എന്ന് വെച്ചാൽ ചിലർ പറയും ഈ ലോകത്തില്ലാത്ത സാധനങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ പരിഹാരം ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഇതൊന്നും വാങ്ങാൻ കിട്ടുന്നില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്, നിങ്ങൾക്ക് കിട്ടുന്നത് മാത്രം വാങ്ങുക. ഇത് മൈലാഞ്ചിയുടെ വിത്തും കുന്നിക്കുരു എന്ന് പറയുന്നതും ഓപ്ഷണലാണ്. പക്ഷെ അത് വെച്ചാൽ ഇരട്ടി ബലം കിട്ടും എന്നത് സത്യസന്ധമായ ഒരു കാര്യവുമാണ്. സോ അതിനാല് കിട്ടുന്നവർ എടുത്തോളുക. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് കരുതുന്നവര് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യണം എന്നാല് ബ്ലാക്ക് പെപ്പർ പ്ലസ് ഡയമണ്ട് കർക്കണ്ട് പ്ലസ് പച്ചപ്പയറ്, ഇത് 3ഉം ഓരോ സ്പൂണ് ഇരുന്നാൽ മതിയാവും. ഇതെല്ലാം ഓരോ സ്പൂണ് എടുത്തോളുക. എന്നിട്ട് ഇത് എതിലാ വയ്ക്കേണ്ടി എന്ന് ചോദിച്ചാല് ഒരു മഞ്ഞ കളറ് തുണി എടുക്കുക. അതിലാണ് 1 സ്പൂൺ ഡയമണ്ട് കർക്കണ്ട്, 1 സ്പൂൺ പച്ചപ്പയറ്, 1 സ്പൂൺ ബ്ലാക്ക് പെപ്പർ കുരുമുളക് പ്ലസ് മൈലാഞ്ചിയുടെ വിത്ത് 1 സ്പൂണ്, കുന്നിക്കുരു 1 സ്പൂണ്. അത് കിട്ടാത്തവര് അത് രണ്ടും ഒഴിവാക്കുക. ബാക്കിയുള്ളതെല്ലാം വെക്കുക. വെച്ചിട്ട് ഇത് ഒരു കിഴി പോലെ കെട്ടി ഒരു മുടിച്ചിലിടുക. ഇത് ഓരോന്നും വെക്കുമ്പോഴും വരാഹിയമ്മയെ മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. എന്നിട്ട് വേണം നിങ്ങൾ മുടിച്ചിലിട്ട് കിഴി കെട്ടി വയ്ക്കാനായിട്ട്. എന്നിട്ട് ഈ കിഴി വരാഹിയമ്മനോട് ഫോട്ടോയോ ശിലയോ ഉണ്ടെങ്കിൽ അതിന്റെ പാദത്തിൽ വെച്ചോളുക. അമ്മയ്ക്കൊന്ന് ഒരു ഇടിഞ്ഞില് ഒരു തിരിയിട്ട് വിളക്ക് കത്തിച്ചോളുക. എന്നതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്യേണ്ടിയത്. ഇപ്പൊ അമ്മയുടെ ഫോട്ടോയോ ശിലയോ ഒന്നും ഇല്ലാത്ത പക്ഷത്തില് നിങ്ങൾ വിളക്കിനടുത്തായിട്ട് വെച്ചാൽ മതിയാവും. ഇതിപ്പോ നമ്മൾ വ്യാഴാഴ്ച ചെയ്തു. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് സ്വാമിക്ക് ഒരു സാമ്പ്രാണി ധൂപം കത്തിച്ചിട്ട് കാണിക്കുക ഈ കിഴി വെച്ചതിന് ശേഷം. ദെൻ ദിവസവും, അതായത് ഇപ്പൊ ഇന്ന് വ്യാഴാഴ്ച, ഇന്ന് ചെയ്ത് അടുത്ത വ്യാഴാഴ്ച 7 ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് ദിവസേന രാവിലെ എണീറ്റ് സ്വാമിക്ക് വിളക്ക് പത്ത വയ്ക്കുമ്പോൾ ഈ കിഴിയിലും നിങ്ങൾ ഒരു സാമ്പ്രാണി കത്തിച്ച് ധൂപം കാണിക്കണം. എന്നിട്ട് നിങ്ങൾ വരാഹിയമ്മയെ പ്രാർത്ഥിച്ചോളുക. ഇത് വന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ഡേ മാത്രം ഇങ്ങനെ കിഴി കെട്ടി വെച്ചാൽ മതി. 7 ദിവസത്തേക്കും ഒരു കിഴി മതി. പക്ഷെ ഓരോ ദിവസവും നിങ്ങൾ ഈ കിഴിയില് സാമ്പ്രാണി ധൂപം കാണിച്ച് അമ്മയെ പ്രാർത്ഥിക്കണം. മറന്നു പോവരുത് അത്. ഇത് വ്യാഴാഴ്ച മാത്രം ചെയ്യേണ്ടതാണ്. മനസ്സിലായല്ലോ? ഇപ്പോ ഈ വ്യാഴാഴ്ച നിങ്ങൾ ഒരു കാര്യം ചെയ്തു. അത് 7 ദിവസം ഇങ്ങനെ ധൂപം കാണിക്കുന്നുണ്ടല്ലോ, സാമ്പ്രാണി ധൂപം. അപ്പോ അത് നിങ്ങൾക്ക് നടന്നു കിട്ടിയാല് നെക്സ്റ്റ് വീക്ക് നിങ്ങൾ അടുത്ത വിഷയത്തിനായിട്ട് ചെയ്യാം. ശരിയാ? ഓരോ വ്യാഴാഴ്ചയും നിങ്ങൾ ഓരോ കാര്യത്തിന് ചെയ്തോളുക. 7 ദിവസം ഗ്യാപ്പിട്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പൊ ഇന്ന് തൊട്ട്, ഇന്ന് വ്യാഴം, അടുത്ത വ്യാഴം വരെ ധൂപം കാണിച്ചുകൊണ്ടേയിരിക്കുക. അതിനു മുമ്പേ നിങ്ങൾക്ക് കാര്യം നടക്കും. ആ അടുത്ത വ്യാഴാഴ്ച നിങ്ങൾ പുതിയ പൊരുൾ വയ്ക്കുക. ഇരിക്കുന്ന പൊരുളുകൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എടുത്തിട്ട് കാൽപ്പെടാത്ത ഇടത്തില് എറിഞ്ഞു കളയുക. എന്നിട്ട് പുതുതായിട്ട് വീണ്ടും ഡയമണ്ട് കർക്കണ്ടും എക്സെട്ര ബാക്കിയുള്ളതെല്ലാം വെച്ച് കിഴി കെട്ടി വെച്ച് ഒന്നേന്ന് ചെയ്യുക. ഓർക്കുന്നുണ്ടല്ലോ? ഇത് വച്ചതിൽ നിന്ന് കറക്റ്റ് 7 ഡേയ്സ്, ഒരേ വീക്ക്, ഈ വ്യാഴം വച്ചാല് നെക്സ്റ്റ് വ്യാഴം വരെ നിങ്ങൾ എന്ത് കരുതി വയ്ക്കുന്നുവോ ആ വിഷയം വന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടന്നു കിട്ടും. അത്രയ്ക്കും ഒരു പവർ ഇതില് ഇരിക്കുന്നുണ്ട്. ഞാന് ഇത് ഒത്തിരി സന്തോഷത്തോടെയാണ് നിങ്ങൾക്ക് പകർന്നു തരുന്നത്. കാരണം ഇത് ചെയ്യുന്നതിലൂടെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു നല്ല വിഷയം നടന്നാൽ കൂടെയും എനിക്ക് എൻ്റെ മനസ്സിന് അത് ഒത്തിരി സന്തോഷം തരും. തീർച്ചയായും നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ അടുത്ത നാളോ അതല്ല അതിൻ്റെ അടുത്ത നാളോ ഒരു പോസിറ്റീവ് വൈബ് നിങ്ങൾക്ക് വന്നു തുടങ്ങും. ഇനി വേറൊന്ന്,
നിങ്ങളിത് ചെയ്യാൻ സ്റ്റാർട്ടായി. ഇപ്പൊ ഇന്ന് വ്യാഴം, ഇന്ന് ചെയ്തു, നാളെ ആവുമ്പോൾ നാളെയും ചെയ്തു, അത് കഴിഞ്ഞ് അടുത്ത ദിവസം മറ്റന്നാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പീരീഡ്സ് ആണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാല് പാതിയിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് പറ്റില്ല വെച്ചാല് പീരീഡ്സ് ആയാല് വീട്ടിലിരിക്കുന്ന വേറെ ആരെങ്കിലും കൊണ്ട് ഒരു ദീപം വെച്ച് സാമ്പ്രാണി പുക ഈ കിഴിയെടുത്ത് കാണിക്കുക. അത് മറക്കാതെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തോളുക. അത് മാത്രം നിങ്ങൾ കുറച്ച് കറക്റ്റായിട്ട് നോക്കിക്കൊണ്ടാ മതി. അമ്മയോ അച്ഛനോ അതല്ല ഹസ്ബൻഡോ കുട്ടികളോ ആരെങ്കിലും കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കുക. പീരീഡ്സ് ടൈമിൽ നിങ്ങളിത് ചെയ്യാൻ പാടില്ല. പല വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, പീരീഡ്സ് ടൈമിൽ ഏത് കാര്യവും ചെയ്യാൻ പാടില്ല. ഒരു ചില കാര്യങ്ങൾ മുറയനുസരിച്ച് ചെയ്യുന്നവർക്ക് മാത്രം ചെയ്യാം. അതല്ല ഒരു ചിലത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. പീരീഡ്സ് തീർന്നതിന് ശേഷം നിങ്ങൾ ചെയ്തോളുക. അതൊന്ന് കെയർഫുള്ളായി നോക്കിക്കൊള്ളുക. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. അതിലൊന്നും യാതൊരു തെറ്റുമില്ല. ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. കറക്റ്റ് 1 വീക്കില് ഇതിനൊരു റിസൾട്ട് കിട്ടും. അതിന് ഒരു എക്സാമ്പിൾ എടുത്താൽ അതുവേ ഞാൻ തന്നെയാണ്. എൻ്റെ അനുഭവമാണത്. നിങ്ങളും ചെയ്തു നോക്കിയിട്ട് എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം. പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കൂടെ ഒരു ലൈക്ക് കൂടെ തരണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.